ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിച്ച തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭാവിയിൽ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിൽ വികസന പ്രവർത്തനങ്ങൾ കുതിക്കുകയാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചത് യാത്രക്കാർക്ക് വലിയ നേട്ടമായിരിക്കുകയാണ്. ട്രെയിനിനെ വരവേറ്റ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചങ്ങനാശ്ശേരിയിൽ നിന്നുമുള്ള ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. ഇനി വരാൻ പോകുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളാണെന്നും വൈകാതെ കൂടുതൽ ആധുനിക സൗകര്യങ്ങളുള്ള അതിവേഗ ട്രെയിനുകളും വരുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകളെ അമൃത് സ്റ്റേഷനുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷനുകളുടെ വികസനത്തിനായി 2500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കപ്പെടുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. നരേന്ദ്രമോദി അമൃത് സ്റ്റേഷനുകൾ പ്രഖ്യാപിച്ചു. ഒന്നും രണ്ടുമല്ല, 35 സ്റ്റേഷനുകളാണ് ഈ ചെറിയ കേരളത്തില് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ സ്റ്റേഷനുകളും അടുത്ത ആ വികസനത്തിന്റെ കാലഘട്ടത്തില് മുഴുവൻ അമൃത് സ്റ്റേഷനായിട്ട് മാറും. പിന്നെ അദ്ദേഹം 7 സ്റ്റേഷനുകള് അത് നമ്മുടെ എയർപോർട്ട് പോലെയുള്ള വികസിത സ്റ്റേഷനുകളായിട്ട് പ്രഖ്യാപിച്ചു. അമൃത് സ്റ്റേഷന് കേരളത്തില് 2500 കോടി രൂപ, അതുപോലെ തന്നെ ഈ വികസിത സ്റ്റേഷനുകൾക്ക് 2500 കോടി രൂപ, അതിന്റെ കൂടെ 3000 കോടി കൂട്ടിയാൽ 8000 കോടി. ശബരിപാത, പുനലൂർ റെയിൽവേ പാത എന്നിവയുമായി ചങ്ങനാശ്ശേരിയെ ബന്ധിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചങ്ങനാശ്ശേരിയിൽ പുതിയ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ച ട്രെയിനിനും തിരിച്ചുള്ള കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിനും ഇനി മുതൽ ചങ്ങനാശ്ശേരിയിലും സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. മറ്റു ജനപ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, കോട്ടയം.